നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഗസയിൽ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടത്തിയും കുടിവെള്ളം നൽകാതെയും ഒരു ജനതയെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. ആസൂത്രിതമായ ഒരു വംശഹത്യ തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ ഗസയിൽ നടപ്പിലാക്കുന്നു എന്നത് ലോക ജനതകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തിരിച്ചടികളും ഇപ്പോൾ ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനം പ്രതി ഇസ്രയേലിൽ മുഴങ്ങുന്ന സൈറണുകൾ ജനങ്ങളെ ഇപ്പോൾ ഭയത്തിലാക്കിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ സംഭവിക്കാമെന്ന ഭയത്തിൽ തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇസ്രയേലിന് നെതന്യാഹുവിന് വേണ്ട എന്ന് ജനങ്ങൾ തന്നെ തീരുമാനമെടുത്തത്. അതിന്റെ തെളിവുകൾ തന്നെയായിരുന്നു ചാനൽ 12 പുറത്തുവിട്ട സർവേ റിപ്പോർട്ടുകൾ. ഹൂതികളുടെ ആക്രമണം ഇസ്രയേലിൽ ഇപ്പോൾ ദിവസേനയുള്ള ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടിരിക്കുകയാണ്. ഓപ്പറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാലസ്റ്റീൻ 2 എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണെന്നാണ് യമൻ സായുധ സേനയുടെ വക്താവ് യഹ്യ സാരി പറഞ്ഞത്. ഇസ്രയേൽ ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ട 46ാമത്തെ യമൻ മിസൈലാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശപ്പും ദാഹവും എന്ന കുറ്റകൃത്യം ഗസയിൽ ചുമത്തിയതിനും ലബനനിലെ തെക്കൻ പ്രാന്തപ്രദേശമായ ബെയ്റൂട്ടിൽ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കും മറുപടിയായി തെല്ലവീവിന് കിഴക്കുള്ള ബെൻഗുരിയോൻ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം നടത്തിയതായാണ് യമൻ സായുധ സേന വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. വിമാനത്താവളത്തിലെ വ്യോമഗതാഗതങ്ങൾ നിർത്തിവെക്കുകയും ദശലക്ഷക്കണക്കിന് ഇസ്രയേലികൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടിയെന്നും നിശ്ചയിച്ച ലക്ഷ്യം ഈ ആക്രമണം നേടിയെന്നുമാണ് യഹ്യ സാരി വ്യക്തമാക്കിയത്. ഈ ഓപ്പറേഷൻ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയുടെയും അവരുടെ ചെറുത്തുനിൽപ്പ് പോരാളികളുടെയും വിജയമായും ഗസയിലെ സയനിസ്റ്റ് ശത്രുവിന്റെ കുറ്റകൃത്യങ്ങൾക്കും ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തൻ പ്രദേശത്തിനെതിരായ അവരുടെ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായിരുന്നു എന്നായിരുന്നു യഹ്യ സാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചത്. ഇസ്രയേലി സൈനിക നടപടികളും സഹായ ഉപരോധ നയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം തുടരുകയാണ് ഹൂതികൾ. മാത്രവുമല്ല, ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ യമൻ ജനതയും അവരുടെ വിശ്വസ്ത നേതൃത്വവും അവരുടെ പോരാട്ട സൈന്യവും ഗസയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഹൂതികൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. പലസ്തീനിലെ ജനതകൾ സ്വതന്ത്രമാകുന്നതുവരെ പോരാടുമെന്ന് തന്നെയാണ് ഹൂതികൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേലി സൈനിക വാണിജ്യ ആസ്തികൾക്കെതിരെ ഡസൻ കണക്കിന് ദീർഘദൂര ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളുമാണ് ഹൂതികൾ നടത്തിയത്. ചെങ്കടലിലെ സമുദ്ര ഉപരോധങ്ങളിൽ നിന്ന് അധിനിവേശ പലസ്തീനിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്കുള്ള യമന്റെ തന്ത്രപരമായ മാറ്റത്തിന് തുടർച്ചയാണ് ഈ ഓപ്പറേഷൻ സൂചിപ്പിക്കുന്നത്. എത്രയൊക്കെ തിരിച്ചടികൾ ഹൂതികൾക്ക് നൽകിയിട്ടും അവർ ഉയർത്തെഴുന്നേറ്റ് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾ ഒരു തുടർക്കഥയായതോടെ നെതന്യാഹുവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.